ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമിത്രാസ് വേൾഡ്. മഴയും മണിക്കൂറുകൾ നീണ്ട ഡ്രൈവിങ്ങും പിന്നെ ഇന്നലത്തെ ബാക്കി വെച്ച ഉറക്കവും കണ്ണിൽ കയറി തുടങ്ങി. എങ്ങനെയും വീടെത്തിയാൽ മതിയെന്നായി. ഇനിയും ഉണ്ട് 5 കിലോമീറ്റർ വീടെത്താൻ. ഞാൻ റോയ്, കണ്ണൂരാണ് സ്ഥലം. സ്വന്തമായി ബിസിനസ്സാണ്. മാസത്തിൽ 4-5 ദിവസം ഞങ്ങൾ ബാംഗ്ലൂരായിരിക്കും. എനിക്ക് ഒരു ചേച്ചിയുണ്ട്, റിയ. അവളിപ്പോൾ ഫാമിലിയായിട്ട് ജർമ്മനിയിലാണ്. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴായിരുന്നു അപ്പനും അമ്മയും മരിക്കുന്നത്. റിയ അന്ന് മെഡിക്കൽ 1-ാം വർഷം പഠിക്കുകയാണ്. പിന്നീട് ചേച്ചിയും ഞാനും മാത്രമേ. പക്ഷെ അവളുടെ പഠിത്തം ഹോസ്റ്റൽ എന്നെ വീട്ടിൽ തനിച്ചാക്കി. അത്രയും നാൾ എല്ലാവരും കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഒറ്റപ്പെട്ടപ്പോൾ ആദ്യമൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. പിന്നീട് ഞാൻ തനിച്ചാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. പഠിത്തം കഴിഞ്ഞ് കൂടെ പഠിച്ച ഒരാളെ കെട്ടി റിയ ജർമ്മനിക്ക് പോയി. ഏതാണ്ട് ആ സമയത്താണ് സീൻ എൻ്റെ ചുറ്റിക്കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് വീട്ടിൽ ഫുഡ് വയ്ക്കാനും മറ്റും പുറംപണിക്ക് വന്നിരുന്ന ഒരു ക്ലാര ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് 40 പ്രായം. സത്യം പറഞ്ഞാൽ അവരെൻ്റെ അമ്മച്ചിയുടെ വലിയ കൂട്ടായിരുന്നു. അപ്പനും അമ്മയുമുള്ള സമയത്തെ ചെറിയ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നോട് അന്ന് തൊട്ടേ ക്ലാര ചേച്ചിക്ക് വലിയ കാര്യമായിരുന്നു. അച്ഛനമ്മയും മരിച്ചതിന് ശേഷം പിന്നെ പറയേ വേണ്ട, എന്നെ സ്വന്തം പോലെയാണ് അവർ നോക്കിയത്. ഇപ്പോൾ ക്ലാര ചേച്ചി മാത്രമല്ല, ക്ലാര ചേച്ചിയുടെ മകൾ ഫെമിയും വീടിനടുത്തുള്ള രാധിക ചേച്ചിയും ഷാഹിദത്തെയും ഇത്തയുടെ ഭർത്താവിൻ്റെ പെങ്ങൾ രഹനയും, അതും ഇത്തയുടെ സഹായത്തോടെ തന്നെയാണ് എന്നെ എന്നെ കൂടുതൽ അറിഞ്ഞതും. അവരെന്നെ സ്വന്തം പോലെ അവരും എന്നെ പരിചരിക്കാൻ തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ ഭാര്യ നിത്യ, 24 വയസ്സ്, പ്രേമിച്ചു കെട്ടിയതാ. എൻ്റെ മകനുമുണ്ട്. പിന്നെയുള്ളത് വിധവകളായ നിത്യയുടെ അമ്മയും അനിയത്തിയുമാണ്. ക്ലാര ചേച്ചിയുടെ മകൾ ഫെമിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ നിത്യയെ ആദ്യമായി കാണുന്നത്. ഒരു പെണ്ണിനോട് ഒരു ഇഷ്ടം തോന്നുന്നത് അന്ന് ആദ്യമായിട്ടാണ്. അങ്ങനെ കൂടുതൽ വളച്ചുകെട്ടില്ലാതെ അവളോട് കാര്യം പറഞ്ഞു. അവൾക്കും ഓക്കെയായിരുന്നു. അവളെ അങ്ങ് കെട്ടി. നിത്യയുമായുള്ള കല്യാണത്തിന് മുന്നേ നിമിഷയുടെ വിവാഹം കഴിയതാ. നിത്യ പറഞ്ഞ അറിവാണ്. എന്തിനും എതിർത്ത് പറയുന്ന ഒരൊറ്റ ബുദ്ധിയായിരുന്നു അങ്ങനെയായ ചേച്ചി നിൽക്കുന്നതെന്ന് ഒന്നുപോലും നോക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയത്. പക്ഷേ ഒരു ദിവസമേ ആ ദാമ്പത്യം നിലനിന്നുള്ളൂ. ആക്സിഡന്റ് ആയിരുന്നു. പിന്നീട് നിമിഷയും അമ്മയും കൂടി പോയി കൂട്ടിക്കൊണ്ട് വന്നതാ. എന്തായാലും ഞാൻ കാണുമ്പോൾ തൊട്ട് ആള് സൈലന്റ് ആണ്. എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടിയുള്ള ഒരു പാവം പെണ്ണ്. പിന്നെ അമ്മ ഷീജ. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ ബാങ്കിലെ ജോലി അമ്മയ്ക്ക് കിട്ടി. അങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ച് വളർത്തിയത്. രണ്ടാമത്തെ ഒരു വിവാഹത്തെപ്പറ്റി അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അവർക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുവരെ മറ്റൊരു തരത്തിലുള്ള വേണ്ട ചിന്തകൾ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഭാര്യയോടുള്ള സ്നേഹം, അതെല്ലാം എന്നെ നിയന്ത്രിച്ചു. ജീവിതത്തിൽ പല അവസ്ഥകളും മനുഷ്യനുണ്ടാവും. അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി കയറി റോഡിൽ നിന്ന് 100 മീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് വീട്. ഇപ്പോഴും ചെറുതായി മഴ പെയ്യുന്നുണ്ട്. വീടിൻ്റെ വാതിൽക്കൽ എല്ലാം വെള്ളമാണ്. വീടിന് കുറച്ചു മുന്നേ ഒഴിഞ്ഞൊരു പറമ്പിലോട്ട് വണ്ടി കയറ്റിയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വീടിൻ്റെ മതിൽ ചാടി ഒരാൾ വരുന്നത് കണ്ടത്. ഇരുട്ടായ കൊണ്ട് എന്നെ കാണാൻ അവന് പറ്റില്ല. കള്ളനാണോ? കള്ളൻ കുടിയും ചൂടിയാണോ കക്കാൻ വരുന്നത്? അല്ല, കള്ളനല്ല. ആണെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കാണണ്ടേ? കട്ടിട്ട് ഇറങ്ങി വരുന്നതാണെങ്കിൽ ഇത് കയ്യിലൊന്നുമില്ല. പിന്നെ ഇതാര്? പയ്യെ അവൻ്റെ പുറകെ ഞാൻ ചെന്നു. മതിൽ ചാടി അവൻ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് നോക്കിയപ്പോൾ മൂലയ്ക്കൊരു ബൈക്ക് കണ്ടു. അവനിപ്പോൾ എന്നെ പാസ് ചെയ്ത് പോയി. അവൻ്റെ ഫോൺ എടുത്ത് ഫിംഗർ വയ്ക്കാൻ നോക്കി. ഓപ്പൺ ആവാത്തതുകൊണ്ട് പാസ്വേഡ് അടിച്ചു. കിച്ചു. ഫോൺ ഓണാക്കി. ആരെയോ വിളിക്കുകയാണ്. ഡയൽ ചെയ്ത പേര് സ്ക്രീനിൽ കണ്ടതും ഞാനൊന്ന് ഞെട്ടി. അത് നിമിഷ എന്നാണ്. കാരണം അഭിജിത്തിൻ്റെ മരണശേഷം നേരെ ഒന്ന് ചിരിക്കാത്ത പെണ്ണ് ഞാൻ കണ്ട നാൾ മുതൽ ഒരു മിണ്ടാപ്പൂച്ച. അവൾ രാത്രി ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അപ്പുറത്തു നിന്ന് റിപ്ലൈ ഇല്ല. അവൻ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി. ആ സമയത്ത് തന്നെ പുറകിന്ന് ചാടി ഒരു ചവിട്ടിന് താഴിട്ട് നല്ല ചവിട്ട് നടുവിനും തലയ്ക്കും കൊടുത്തു. പെട്ടെന്നുണ്ടായ കലവരുടെ ആയതുകൊണ്ട് വാരി വലിച്ചിട്ട് പിടച്ചു. ഷോൾഡറിൽ കുത്തി എണിപ്പിച്ച് കൈ പുറകിലേക്ക് പിടിച്ച് സത്യം പറഞ്ഞോ എത്ര ആളായി തുടങ്ങിയിട്ടെന്ന് ഞാൻ പറയടാ. പേടിച്ചു തെറിച്ചാൻ പറഞ്ഞു തുടങ്ങി. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പറയാം. ഞാൻ ആ വീട്ടിലെ ആ ചേച്ചിയെ കാണാൻ വന്നതാ. അവളെയോ? സത്യം പറയടാ. അത് ചേട്ടാ, ആ വീട്ടിലെ ഭർത്താവ് മരിച്ച സ്ത്രീ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു കല്യാണത്തിന് കണ്ടതാ ഞങ്ങൾ. എനിക്ക് കല്യാണം കഴിക്കണമെന്നാ. അതിന് ഇപ്പോഴാണോ വരുന്നേ? ഇപ്പോൾ ആദ്യമായിട്ടോ? വെറുതെ നീ നുണ പറയലേ. ശേഷം ഞാൻ അവനെ ശരിക്കും നോക്കി. പണ്ട് കണ്ട ഒരു പരിചയവുമില്ല. അപ്പോഴാണ് ഞാൻ അവൻ്റെ ഫോൺ എടുത്തത്. വാൾപേപ്പറിൽ ഏതോ അവൻ്റെ ഫോട്ടോ. കുറച്ചു നേരം എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ പോയി. ഉള്ളിലെ ചിന്ത ചിന്തിച്ചു തുടങ്ങി. ഫോൺ എടുത്ത് ഞാൻ വണ്ടിക്കരികിലേക്ക് പോകുന്ന മുന്നേ കാലുകൊണ്ട് അവനൊന്ന് തട്ടി ചെറുതായി ഒന്ന് അനങ്ങി. ഞാൻ നേരെ വണ്ടിയിൽ കയറി പാസ്വേഡ് അടിച്ചു. ഫോൺ ഓണാക്കി. പെട്ടെന്ന് അവളുടെ കോൾ വന്നു. അതിലൊന്ന് മടിച്ച് ഞാൻ കോൾ എടുത്തത്. അപ്പുറത്ത് നിന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു, എടാ പോവാൻ നോക്ക്, ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് വരണ്ടെന്ന്. ഇച്ചയാൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, എപ്പോൾ വേണേലും ഇവിടെ എത്താം. മെസ്സേജിൽ ഇച്ചയാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞത്. നിന്നോട് വരാനല്ല. ഓക്കെ,
ഇനി ഈ നമ്പർ ഓഫായിരിക്കും. വിഷയം പോകുന്നവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ കോൾ കട്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. കാരണം അത് നിമിഷയുടെ ശബ്ദമല്ല, എൻ്റെ ഭാര്യയുടെയാണ്. തലകറങ്ങുന്ന പോലെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. മഴ പുറത്ത് ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ അങ്ങനെ തന്നെ നിന്നുപോയി. പിന്നെ ആലോചിച്ചപ്പോൾ എന്തിനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനില്ലാത്തത് കൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു. വീട്ടിലേക്ക് ഒന്നും അറിയാത്ത പോലെ അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും ഒരുപാട് സന്തോഷം അവൾ അഭിനയിച്ചു. ഞാൻ ഒന്നും മനസ്സിലാവാത്ത ഒരു പാവത്തിനെ പോലെ അവളോട് പെരുമാറി, പഴയ പോലെ തന്നെ. എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്ക് അവളോട് വല്ലാത്ത നീരസം ഉണ്ടായിരുന്നു. അവൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴും എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. പിന്നെ ഞാൻ ലീവ് വേഗം ക്യാൻസൽ ചെയ്ത് തിരക്കുണ്ടെന്നും പറഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിമിഷയോട് പറഞ്ഞിരുന്നു. നിമിഷ നീ അതെല്ലാം നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിമിഷ എന്നെ അറിയിച്ചു. എനിക്ക് വളരെ ആശ്വാസമായി. നിമിഷ നിന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ആശ്വാസം തോന്നി. അങ്ങനെ നിമിഷ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു, ബാംഗ്ലൂർ തന്നെ. നിമിഷയ്ക്ക് ബാംഗ്ലൂരിൽ ജോലി ശരിയായി. ഞാൻ ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. എല്ലാവർക്കും ഞാനിവിടെ ഉള്ളതുകൊണ്ട് സമാധാനമായിരുന്നു. എനിക്കും അവളിങ്ങോട്ട് വരുന്നതിൽ ആശ്വാസമായിരുന്നു. കാരണം എൻ്റെ ഭാര്യ അങ്ങനെയാണല്ലോ. പിന്നെ എനിക്കൊരു ആശ്വാസം ആവാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ബാംഗ്ലൂർ ജോലി ശരിയായപ്പോൾ നിമിഷയ്ക്ക് സന്തോഷമായി. അവൾ അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ജോലിക്ക് പോകാൻ തുടങ്ങി. അവളുടെ അടുത്ത് ഞാൻ അപ്പോഴാണ് ശരിക്കും കമ്പനി ആയത്. അവളുടെ സ്വഭാവങ്ങളും രീതികളും ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അവളുമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ അവൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ വിഭവങ്ങൾ എനിക്കായി തുറന്നു തന്നു. കുഴിമടിച്ചിയായി എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇതുപോലെ ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ദിവസേന പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന എനിക്ക് അവൾ വന്നപ്പോൾ ഉണ്ടായ ആശ്വാസം അത് ചില്ലറയായിരുന്നില്ല. പ്രത്യേകിച്ചും ആ വിഭവങ്ങൾ കഴിക്കുമ്പോഴുള്ള ആശ്വാസം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.